Welcome all. Now we are going to discuss about the definition of continuous functions and some related theorems. Okay. ആദ്യം നമുക്ക് epsilon delta definition നോക്കാം. ഒരു function f from a to r where a is a subset of r continuous at a point c എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്താണ് കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ for every epsilon greater than 0 there exists a delta greater than 0 such that if x is a point of a satisfying mod x minus c less than delta then mod f of x minus f of c less than epsilon. അതായത് ഏത് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എടുത്തു കഴിഞ്ഞാലും നമുക്കൊരു ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0നെ കണ്ടുപിടിക്കാൻ പറ്റണം സച്ച് ദാറ്റ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഏത് കണ്ടീഷൻ? എക്സ് എലമെൻറ്റ് ഓഫ് എയും മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റയും ആണെങ്കിൽ മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കണം. ഓക്കെ, അതായത് സി എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ ഒരു ഡെൽറ്റ നെയ്ബർഹുഡിലാണ് എക്സ് എന്ന് പറയുന്ന പോയിൻ്റ് ഉള്ളതെങ്കിൽ അവരുടെ ഇമേജ്, അതായത് എഫ് ഓഫ് സിയുടെ ഒരു എപ്സിലോൺ നെയ്ബർഹുഡിനുള്ളിലായിരിക്കണം ഈ എക്സിൻ്റെ ഇമേജ് വരേണ്ടത്. ഓക്കെ, ഇത് ഫോർ എവറി എക്സ് എലമെൻറ്റ് ഓഫ് എ വിത്ത് മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റയ്ക്ക് സംഭവിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? എഫ് സി എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്ന് പറയും. ഇനി ഡൊമൈനിലുള്ള എല്ലാ പോയിൻറ്റ്സിലും കണ്ടിന്യൂസ് ആണെങ്കിൽ വി സേ ദാറ്റ് എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്യാപിറ്റൽ ഐ. ഓക്കെ, ഇനി ഇത് സാറ്റിസ്ഫൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അതായത് എല്ലാ എപ്സിലോണിനും ഡെൽറ്റേനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല, ഏതെങ്കിലും ഒരു എപ്സിലോണിനെങ്കിലും ഡെൽറ്റേനെ കണ്ടുപിടിക്കാൻ പറ്റാതെ ഉണ്ടെന്നുണ്ടെങ്കിൽ വി സേ ദാറ്റ് എഫ് ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് ദ പോയിന്റ് സി. ഓക്കെ, ഇനി കണ്ടിന്യൂറ്റിനെ നമുക്ക് ലിമിറ്റിൻ്റെ ടേംസിലും ഡിഫൈൻ ചെയ്യാം. അത് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ് മുന്നത്തെ സെമസ്റ്റേഴ്സിൽ. ഒന്ന് ഓർപ്പിക്കുന്നത് മാത്രം. എങ്ങനെയാണ്? എഫ് ഫ്രം എ ടു ആർ സി എലമെൻറ്റ് ഓഫ് എ ആണെങ്കിൽ എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എ പോയിന്റ് സി if and only if f of c is equal to limit extends to c f of x. അതായത് സി എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ സി എന്ന് പറയുന്ന പോയിന്റിലുള്ള ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്ത് ഈക്വൽ ആവണം. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ദ ഫംഗ്ഷൻ വാല്യൂ അറ്റ് സി. അതായത് എഫ് ഓഫ് സിയോട് അത് ഈക്വൽ ആവുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സി എന്ന് പറയുന്ന പോയിന്റിൽ എഫ് കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഒരു എക്സാമ്പിളാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് കണ്ടിന്യൂസ് ഓൺ ആർ എന്നുള്ളത് നമ്മൾ എപ്സിലോൺ ഡെൽറ്റ പ്രൂഫ് വെച്ച് കാണിക്കാം. ഓക്കെ, അതിനുവേണ്ടി ഒരു എപ്സിലോൺ ചൂസ് ചെയ്യാം. ചൂസ് എപ്സിലോൺ പോസിറ്റീവ് ആൻഡ് എ പോയിൻറ്റ് സി എലമെൻറ്റ് ഓഫ് ആർ. നമുക്ക് സി എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്ന് കാണിച്ചാൽ മതി. അപ്പോൾ ഈ എപ്സിലോണിൻ്റെ ഒരു ഡെൽറ്റ കണ്ടുപിടിച്ചാൽ മതി, സാറ്റിസ്ഫൈങ് ദ കണ്ടീഷൻ. സോ വി ഹാവ് ടു ഫൈൻഡ് എ ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ ഇംപ്ലൈസ് മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ലെസ് ദാൻ എപ്സിലോൺ. പക്ഷേ ഇവിടെ നമുക്ക് മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയുന്ന കണ്ടീഷനിൽ എഫ് ഓഫ് എക്സ് നമുക്ക് എക്സ് ആണെന്ന് തന്നിട്ടുള്ളത് കൊണ്ട് അവിടെ എഫ് ഓഫ് എക്സിനെ നമുക്ക് എക്സ് എന്നും എഴുതാം, എഫ് ഓഫ് സിനെ നമുക്ക് സി എന്നും എഴുതാം. അപ്പോൾ നമുക്ക് മോഡ് എക്സ് മൈനസ് സി ഇസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എപ്സിലോൺ ഈക്വൽ ടു ഡെൽറ്റ തന്നെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ റിക്വയർഡ് കണ്ടീഷൻ. ദാറ്റ് ഈസ് മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ ഇംപ്ലൈസ് മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ഈസ് ലെസ് ദാൻ എപ്സിലോൺ. സോ ഇപ്പോൾ നമുക്ക് കിട്ടിയത് എഫ് സി എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്നുള്ളതാണ്. സി ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്തുകൊണ്ട് എന്ന് പറയാം എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ എവറി പോയിന്റ് ഓഫ് ക്യാപിറ്റൽ ആർ. ഓക്കെ, സോ ദിസ് ഇസ് ദ പ്രൂഫ്. ഇറ്റ് ഈസ് വെരി സിമ്പിൾ. നൗ വി ഹാവ് എ നോട്ട്. എവറി ഫംഗ്ഷൻ ഈസ് ഓട്ടോമാറ്റിക്കലി കണ്ടിന്യൂസ് അറ്റ് ദ ഐസൊലേറ്റഡ് പോയിന്റ്സ് ഓഫ് ദി ഡൊമൈൻ. അതായത് ഡൊമൈനിലെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സിൽ ഏതൊരു ഫംഗ്ഷനും ഓട്ടോമാറ്റിക്കലി കണ്ടിന്യൂസ് ആവുമെന്നാണ് പറയണത്. അതായത് ഐസൊലേറ്റഡ് ആയിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ വിട്ട് നിൽക്കുന്ന പോയിൻറ്റ്സ്, അതായത് അതിന് ചുറ്റും ഒരു നെയ്ബർഹുഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും സച്ച് ദാറ്റ് ആ നെയ്ബർഹുഡിൽ ആ പോയിൻ്റ് അല്ലാതെ ഡൊമൈനിലത്തെ വേറെ ഒരു പോയിൻറ്റും ഉണ്ടാവില്ല. അത് തന്നെയാണ് ഐസൊലേറ്റഡ് പോയിൻ്റ് ഡെഫിനേഷനായിട്ട് താഴെ ചെയ്തിട്ടുള്ളത്. ഇഫ് സി എലമെൻറ്റ് ഓഫ് എ ഈസ് എൻ ഐസൊലേറ്റഡ് പോയിൻറ്റ് ദെൻ ദർ എക്സിസ്റ്റ് എ നെയ്ബർഹുഡ് ഓഫ് സി വിച്ച് കണ്ടെയ്ൻസ് നോ പോയിൻറ്റ്സ് ഓഫ് എ അതർ ദാൻ സി. സേ വി ഡെൽറ്റ ഓഫ് സി which is equal to c minus delta c plus delta, open interval c minus delta c plus delta. ഓക്കെ, അതായത് സി ഒരു ഐസൊലേറ്റഡ് പോയിൻ്റ് ആണെങ്കിൽ സീനെ ചുറ്റി നമുക്കൊരു ഡെൽറ്റ നെയ്ബർഹുഡ് കണ്ടുപിടിക്കാൻ പറ്റും സച്ച് ദാറ്റ് ആ നെയ്ബർഹുഡിൽ സി അല്ലാതെ ഡൊമൈനിലത്തെ വേറൊരു പോയിൻറ്റും ഉണ്ടാവില്ല. അങ്ങനെയുള്ള പോയിൻറ്റ്സിനാണ് ഐസൊലേറ്റഡ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പോയിൻറ്റ്സ് ഡൊമൈനിലുണ്ടെങ്കിൽ അവിടെ കണ്ടിന്യൂറ്റി പ്രത്യേകിച്ച് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല, കാരണം അവിടെ ഓട്ടോമാറ്റിക്കലി കണ്ടിന്യൂസ് ആവുമെന്നാണ് പറയുന്നത്. അതിൻ്റെ പ്രൂഫാണ് താഴെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സി എന്ന് പറയുന്ന ഒരു ഐസൊലേറ്റഡ് പോയിൻ്റ് ആണെങ്കിൽ for any epsilon we can take this above delta greater than 0. കാരണം നമ്മൾ പറഞ്ഞല്ലോ സി ഐസൊലേറ്റഡ് പോയിൻ്റ് ആണെങ്കിൽ സിക്ക് ചുറ്റും ഒരു ഡെൽറ്റ നെയ്ബർഹുഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഏതൊരു എപ്സിലോണിനും നമുക്ക് ഡെൽറ്റേനെ വേണം.
അപ്പോൾ ഈ പറഞ്ഞ ഡെൽറ്റ തന്നെ നമുക്ക് അവിടെ എല്ലാ എപ്സിലോണിനും യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയണത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഡെൽറ്റ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ mod x മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു സി. കാരണം mod x മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ, അതായത് സിയുടെ ഡെൽറ്റ നെയ്ബർഹുഡിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഡൊമൈനിലത്തെ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ആര് മാത്രമേ ഉള്ളൂ? സി മാത്രമേ ഉള്ളൂ. അതല്ലാതെ വേറെ ഒരു പോയിൻറ്റ്സ് അതിലില്ല എന്നാണല്ലോ ഐസൊലേറ്റഡ് പോയിൻറ്റിൻ്റെ ഡെഫിനിഷൻ വെച്ച് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ mod x മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ ആയിട്ട് നിൽക്കുന്ന ഒരേ ഒരു എക്സ് എന്ന് പറയുന്നത് സി മാത്രമാണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു സി എന്ന് കിട്ടും. എക്സ് ഈക്വൽ ടു സി ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സി ആണ്. ഓക്കെ, ദിസ് ഇംപ്ലൈസ് mod എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ഈസ് ഈക്വൽ ടു 0 വിച്ച് ഈസ് ക്ലിയർലി ലെസ് ദാൻ എപ്സിലോൺ. അപ്പോൾ ഏത് എപ്സിലോൺ എടുത്താലും നമുക്ക് ഈ ഡെൽറ്റ തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാ എപ്സിലോണിനും ഡെൽറ്റയുണ്ട്. സോ എഫ് ഈസ് ക്ലിയർലി കണ്ടിന്യൂസ് അറ്റ് ദിസ് ഐസൊലേറ്റഡ് പോയിന്റ്. Okay, next we have theorem 1. The statement is a function f from a to r is continuous at a point c element of a if and only if given any epsilon neighborhood v epsilon of f of c there exists a delta neighborhood v delta of c such that if x element of a intersection v delta of c then f of x is an element of v epsilon of f of c. That is, f of a intersection v delta of c is a subset of v epsilon of f of c. Okay, ഇത് തിയറം സിമ്പിൾ തിയറാണ്. നമ്മുടെ കണ്ടിന്യൂറ്റിയുടെ ഡെഫിനേഷൻ വെച്ച് നമുക്ക് സിമ്പിളായിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന തിയറാണ്. അത് എന്താ പറയുന്നത് വെച്ചാൽ ഒരു ഫംഗ്ഷൻ എഫ് സി എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണ് എങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആയിട്ട് പറയുന്ന കണ്ടീഷനാണ് കേട്ടോ. സി എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ എന്താ പറയുന്നത്, എഫ് ഓഫ് സിയുടെ ഏതൊരു എപ്സിലോൺ നെയ്ബർഹുഡ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് സിയുടെ ഒരു ഡെൽറ്റ നെയ്ബർഹുഡിനെ കണ്ടുപിടിക്കാൻ പറ്റും സച്ച് ദാറ്റ് എഫ് ഓഫ് എ ഇൻ്റർസെക്ഷൻ വി ഡെൽറ്റ ഓഫ് സി ഇസ് എ സബ്സെറ്റ് ഓഫ് വി എപ്സിലോൺ ഓഫ് എഫ് ഓഫ് സി. ഓക്കെ, അതായത് എയിലുള്ള വി ഡെൽറ്റ സിയിലുമുള്ള ആൾക്കാരുടെ ഇമേജസ് എവിടെ ഉണ്ടായിരിക്കും? എഫ് ഓഫ് സിയുടെ എപ്സിലോൺ നെയ്ബർഹുഡിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, പ്രൂഫിലേക്ക് ഒന്ന് നോക്കാം. ആദ്യം നമ്മൾ സപ്പോസ് ചെയ്യുന്നു എഫ് കണ്ടിന്യൂസ് ആണ് സിയിൽ. ഓക്കെ, ഇനി നമ്മൾ എഫ് ഓഫ് സിയുടെ ഒരു എപ്സിലോൺ നെയ്ബർഹുഡ് വി എപ്സിലോൺ ഓഫ് എഫ് ഓഫ് സി കൺസിഡർ ചെയ്യുന്നു. നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡെൽറ്റ നെയ്ബർഹുഡ് സി എന്ന് പറയുന്ന പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റും സാറ്റിസ്ഫൈങ് ദ കണ്ടീഷൻ. അതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്തു എപ്സിലോൺ നെയ്ബർഹുഡ് വി എപ്സിലോൺ ഓഫ് എഫ് ഓഫ് സി. ദെൻ കറസ്പോണ്ടിങ് ടു ദിസ് എപ്സിലോൺ നമ്മൾ ഇപ്പോൾ ഒരു എപ്സിലോണിനെ ചൂസ് ചെയ്തല്ലോ. എപ്സിലോൺ നെയ്ബർഹുഡ് കൺസിഡർ ചെയ്തു എന്ന് പറയുമ്പോൾ ഒരു എപ്സിലോൺ നമ്മുടെ കയ്യിലുണ്ട്. സോ കറസ്പോണ്ടിങ് ടു ദിസ് എപ്സിലോൺ എഫ് കണ്ടിന്യൂസ് അറ്റ് എ പോയിന്റ് സി നമ്മൾ എടുത്തിട്ടുള്ളത് കൊണ്ട് ഈ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഡെൽറ്റനെ കണ്ടുപിടിക്കാൻ പറ്റും സാറ്റിസ്ഫൈങ് ദ കണ്ടീഷൻ എക്സ് എലമെൻറ്റ് ഓഫ് എ ആൻഡ് mod x മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ ദെൻ mod എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ലെസ് ദാൻ എപ്സിലോൺ. ഓക്കെ, എഫിൻ്റെ കണ്ടിന്യൂറ്റിയുടെ ഡെഫിനേഷൻ നമ്മൾ ജസ്റ്റ് അപ്ലൈ ചെയ്തു. ദാറ്റ് ഈസ് എക്സ് എലമെൻറ്റ് ഓഫ് എ ആൻഡ് mod x മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. അപ്പോൾ മൈനസ് ഡെൽറ്റ ലെസ് ദാൻ എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ എന്നാവും. ദാറ്റ് ഇംപ്ലൈസ് അതുപോലെ റൈറ്റിൽ നമ്മൾ എക്സ്പാൻഷൻ കൊടുത്തു. അപ്പോൾ നമുക്ക് മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടും. ഓക്കെ, ഇതിനെ ഒന്നുകൂടെ നമ്മൾ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് എക്സ് എലമെൻറ്റ് ഓഫ് എ ആൻഡ് സി മൈനസ് ഡെൽറ്റ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ സി പ്ലസ് ഡെൽറ്റ ഇംപ്ലൈസ് എഫ് ഓഫ് സി മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ എഫ് ഓഫ് സി പ്ലസ് എപ്സിലോൺ. ദാറ്റ് ഈസ് എക്സ് എലമെൻറ്റ് ഓഫ് എ ആൻഡ് സി മൈനസ് ഡെൽറ്റ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ സി പ്ലസ് ഡെൽറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഇസ് എൻ എലമെൻറ്റ് ഓഫ് വി ഡെൽറ്റ ഓഫ് സി എന്നാണ്. അതായത് സിയുടെ ഡെൽറ്റ നെയ്ബർഹുഡിൻ്റെ ഉള്ളിലാണ് എക്സ് ഇരിക്കുന്നതാണ് അതിൻ്റെ അർത്ഥം. ദാറ്റ് ഇംപ്ലൈസ് മറ്റേ സൈഡിൽ നമുക്ക് കിട്ടുന്നത് എഫ് ഓഫ് എക്സ് ഈസ് എൻ എലമെൻറ്റ് ഓഫ് വി എപ്സിലോൺ ഓഫ് എഫ് ഓഫ് സി. ഓക്കെ, അതായത് എഫ് ഓഫ് സിയുടെ എപ്സിലോൺ നെയ്ബർഹുഡിൻ്റെ ഉള്ളിലാണ് എഫ് ഓഫ് എക്സ് ഉള്ളത്. ദിസ് മീൻസ് ദാറ്റ് എക്സ് ഇസ് എൻ എലമെൻറ്റ് ഓഫ് എ ഇൻ്റർസെക്ഷൻ വി ഡെൽറ്റ ഓഫ് സി ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് ഇസ് എൻ എലമെൻറ്റ് ഓഫ് വി എപ്സിലോൺ ഓഫ് എഫ് ഓഫ് സി. ഇത് തന്നെയാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതുണ്ടായിരുന്നത്. That means f of a intersection v delta of c is a subset of v epsilon of f of c. Okay, so necessary part നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. കോൺവേഴ്സ്ലി നമ്മൾ സപ്പോസ് ചെയ്യാം given any epsilon neighborhood v epsilon of f of c there exists a delta neighborhood v delta of c such that x element of a intersection v delta of c implies f of x is an element of v epsilon of f of c. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് ദ പോയിന്റ് സി എന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് പ്രൂവ് ചെയ്താൽ മതി? എക്സ് എലമെൻറ്റ് ഓഫ് എയും mod x മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റയും ആണെങ്കിൽ എന്ത് കിട്ടണം? mod എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടണം.
ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ തുടങ്ങും x element of a and mod x minus c less than delta. That implies x element of a and x is an element of open interval c minus delta c plus delta. ഓക്കെ, അത് നമുക്ക് ആ mod x minus c less than delta എക്സ്പാൻഡ് ചെയ്തിട്ട് കിട്ടുന്നതാണ്. Implies x element of a and x element of v delta of c. കാരണം ഓപ്പൺ ഇൻ്റർവൽ c minus delta c plus delta ആണ് v delta of c എന്ന് പറയുന്നത്. Implies x is an element of a intersection v delta of c. So by our assumption നമുക്ക് എന്ത് എഴുതാം? f of x is an element of v epsilon of f of c എന്ന് എഴുതാം. This means that f of x is an element of f of c minus epsilon, f of c plus epsilon open interval. Implies mod f of x minus f of c is less than epsilon. Right? കാരണം ഓപ്പൺ ഇൻ്റർവൽ എഫ് ഓഫ് സി മൈനസ് എപ്സിലോണിൻ്റെയും എഫ് ഓഫ് സി പ്ലസ് എപ്സിലോണിൻ്റെ ഇടയിലാണ് എഫ് ഓഫ് എക്സ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഓപ്പൺ ഇൻ്റർവലിൻ്റെ സെൻറ്റർ പോയിൻ്റ് ആണ് എഫ് ഓഫ് സി എന്ന് പറയുന്നത്. അപ്പോൾ എഫ് ഓഫ് എക്സും എഫ് ഓഫ് സിയും തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും ക്ലിയർലി. അപ്പോൾ നമുക്ക് വേണ്ട കണ്ടീഷൻ കിട്ടി. ദാറ്റ് മീൻസ് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് ദ പോയിൻറ്റ് സി എലമെൻറ്റ് ഓഫ് എ. ഓക്കെ, അപ്പോൾ പ്രൂഫ് സഫിഷ്യൻ പാർട്ടും പ്രൂവ് ചെയ്തു. നെക്സ്റ്റ് വി ഹാവ് തിയറം 2 കോൾഡ് ദ സീക്വൻഷ്യൽ ക്രൈറ്റീരിയൻ ഫോർ കണ്ടിന്യൂറ്റി. സീക്വൻസിൻ്റെ ടേംസിലും നമുക്ക് കണ്ടിന്യൂറ്റീനെ ഇൻ്റർപ്രറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ എ ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ആർ ഈസ് കണ്ടിന്യൂസ് അറ്റ് എ പോയിൻറ്റ് സി എലമെൻറ്റ് ഓഫ് എ if and only for every sequence xn in A such that xn converges to C, then f of xn converges to f of C. തിയറം വെരി സിമ്പിളാണ്, പക്ഷേ അപ്ലിക്കബിൾ വെരി മച്ച് അപ്ലിക്കബിളുമാണ്. അതായത് ഫംഗ്ഷൻ ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞാൽ ആ പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഏതൊരു സീക്വൻസ് എക്സൻ നമ്മൾ കൺസിഡർ ചെയ്താലും അവരുടെ ഇമേജസ് എഫ് ഓഫ് എക്സനുകൾ എഫ് ഓഫ് സിയിലേക്ക് ആയിരിക്കും കൺവേർജ് ചെയ്യുക. അതായത് എക്സൻ കൺവേർജസ് ടു സി ഇംപ്ലൈസ് എഫ് ഓഫ് എക്സൻ കൺവേർജസ് ടു എഫ് ഓഫ് സി വെനെവർ എഫ് ഈസ് കണ്ടിന്യൂസ്. അത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആയിട്ടുള്ളൊരു കണ്ടീഷനായിട്ടാണ് തിയറം പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് പ്രൂഫ് നമുക്ക് ചെക്ക് ചെയ്യാം. ആദ്യം നമ്മൾ സപ്പോസ് ചെയ്തു എഫ് ഫ്രം എ ടു ആർ ഇസ് കണ്ടിന്യൂസ് അറ്റ് ദ പോയിൻറ്റ് സി. പ്രൂവ് ചെയ്യേണ്ടത് എക്സൻ കൺവേർജസ് ടു സി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സൻ കൺവേർജസ് ടു എഫ് ഓഫ് സി എന്നാണ് പറയേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു എപ്സിലോൺ ചൂസ് ചെയ്തു. എഫ് കണ്ടിന്യൂസ് അറ്റ് എ പോയിൻറ്റ് സി എന്ന് പറഞ്ഞതുകൊണ്ട് ഈ എപ്സിലോൺ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 കൺസിഡർ ചെയ്യാൻ പറ്റും, കണ്ടെത്താൻ പറ്റും. സച്ച് ദാറ്റ് കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നത്, അതായത് എക്സ് എലമെൻറ്റ് ഓഫ് എ ആൻഡ് മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ ഇംപ്ലൈസ് മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ലെസ് ദാൻ എപ്സിലോൺ. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 1. നൗ നമ്മളൊരു സീക്വൻസ് കൺസിഡർ ചെയ്തു എക്സൻ കൺവേർജിങ് ടു സി ഇൻ ക്യാപിറ്റൽ എ. അതായത് സീക്വൻസിലുള്ള ടേംസ് എല്ലാം ക്യാപിറ്റൽ എയിലത്തെ ടേംസ് ആണ്. അതായത് എക്സൻ കൺവേർജസ് ടു സി ആയിട്ട് ഒരു സീക്വൻസ് ക്യാപിറ്റൽ എയിൽ നമ്മൾ കൺസിഡർ ചെയ്തു. നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? സീക്വൻസ് എഫ് ഓഫ് എക്സൻ കൺവേർജിങ് ടു എഫ് ഓഫ് സി എന്ന് പറയണം. ഓക്കെ, അപ്പോൾ എക്സൻ കൺവേർജസ് ടു സി എന്ന് നമുക്ക് സീക്വൻസിൻ്റെ കൺവേർജൻസിൻ്റെ ഡെഫിനിഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർ എവറി എപ്സിലോൺ ദർ ഇസ് എ നാച്ചുറൽ നമ്പർ സാറ്റിസ്ഫൈങ് ദ കണ്ടീഷൻ, ആ ഒരു കാര്യം നമ്മൾ ഡെൽറ്റയ്ക്കാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കറസ്പോണ്ടിങ് ടു ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് എ നാച്ചുറൽ നമ്പർ കെ സച്ച് ദാറ്റ് മോഡ് എക്സ് എൻ മൈനസ് സി ഈസ് ലെസ് ദാൻ ഡെൽറ്റ ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. അതായത് ഒരു പരിധി വിട്ട് കഴിയുമ്പോൾ സീക്വൻസിലുള്ള ടേംസും സിയും തമ്മിലുള്ള ദൂരം നമ്മൾ പറയുന്ന എപ്സിലോണിൽ താഴെ വരും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എപ്സിലോണിന് പകരം ഇവിടെ ഡെൽറ്റ എടുക്കുന്നത്. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 നമുക്ക് കിട്ടിയിട്ടുള്ള ഡെൽറ്റയാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഡെൽറ്റയ്ക്ക് ഈ റിസൾട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്നും നമുക്ക് എന്ത് കിട്ടി? മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് എൻ മൈനസ് എഫ് ഓഫ് സി ഇസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എന്ന് എഴുതാൻ പറ്റും യൂസിങ് ഇക്വേഷൻ 1. കാരണം ഇക്വേഷൻ 1 ട്രൂ ആയിട്ടുള്ളത് മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ ആകുന്ന എല്ലാ എക്സുകൾക്കും, എയിലുള്ള എല്ലാ എക്സുകൾക്കും ഇക്വേഷൻ 1 ഹോൾഡിംഗ് ആണ്. അപ്പോൾ ഇവിടെ എക്സനുകളൊക്കെ എയിലാണ്, മോഡ് എക്സ് എൻ മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റയുമാണ് ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എന്നുള്ളത് കൊണ്ട് മോഡ് എഫ് ഓഫ് എക്സ് എൻ മൈനസ് എഫ് ഓഫ് സി ലെസ് ദാൻ എപ്സിലോൺ എന്ന് എഴുതാം ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെയിൽ. ഓക്കെ, ഇതിൻ്റെ അർത്ഥം എന്താണ്? സീക്വൻസ് എഫ് ഓഫ് എക്സ് എൻ എഫ് ഓഫ് സിയിലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, സോ എക്സ് എൻ കൺവേർജ് ടു സി നമ്മൾ കൺസിഡർ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എഫ് ഓഫ് എക്സ് എൻ സീക്വൻസ് എഫ് ഓഫ് എക്സ് എൻ കൺവേർജിങ് ടു എഫ് ഓഫ് സി എന്ന് കിട്ടി. ഇനി കോൺവേഴ്സ്ലി സപ്പോസ് ചെയ്യുന്നു ഫോർ എവറി സീക്വൻസ് എക്സ് എൻ ഇൻ എ സച്ച് ദാറ്റ് എക്സ് എൻ കൺവേർജിങ് ടു സി ദെൻ എഫ് ഓഫ് എക്സ് എൻ കൺവേർജസ് ടു എഫ് ഓഫ് സി. ഇത് നമ്മൾ സപ്പോസ് ചെയ്തു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് ദ പോയിൻറ്റ് സി എന്നുള്ളതാണ്. ഇഫ് പോസിബിൾ നമ്മൾ എഫ് ഡിസ്കണ്ടിന്യൂസ് ആണ് അറ്റ് സി എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. എന്നിട്ടൊരു കോൺട്രഡിക്ഷനിലേക്ക്
എത്തുന്നു. അതെങ്ങനെയാണെന്ന് നോക്കാം. എഫ് ഡിസ്കണ്ടിന്യൂസ് ആണ് സി എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ അസ്യൂം ചെയ്തു. അപ്പോൾ കണ്ടിന്യൂസ് ആണെങ്കിൽ എന്താണ്, എല്ലാ എപ്സിലോണിനും നമുക്കൊരു ഡെൽറ്റ സാറ്റിസ്ഫൈ ചെയ്യുന്നത്, കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഡെൽറ്റേനെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ കണ്ടിന്യൂസ് അല്ല എന്ന് പറഞ്ഞാൽ ഒരു എപ്സിലോണിനെങ്കിലും നമുക്ക് ഡെൽറ്റേനെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ അത് വെച്ച് നമുക്ക് ദർ എക്സിസ്റ്റ് സം എപ്സിലോൺ നോട്ട് ഗ്രേറ്റർ ദാൻ 0 വിത്ത് നോ ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സാറ്റിസ്ഫൈങ് ദ കണ്ടീഷൻ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അതായത് ഒരു എപ്സിലോൺ നോട്ട് ഉണ്ട് സച്ച് ദാറ്റ് അതിന് ഏതൊരു ഡെൽറ്റയും ആ ഇക്വേഷൻ ഹോൾഡ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, അതിൻ്റെ അർത്ഥം ഏത് ഡെൽറ്റ എടുത്താലും ആ എപ്സിലോൺ നോട്ടിന് വർക്ക് ചെയ്യില്ല എന്നുള്ളതല്ലേ. അപ്പോൾ ഡെൽറ്റ ഈക്വൽ ടു 1/n എടുത്തു കഴിഞ്ഞാലും ആ ഇക്വേഷൻ ഹോൾഡ് ചെയ്യില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ദർ എക്സിസ്റ്റ് സം എപ്സിലോൺ നോട്ട് ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് ഫോർ എവറി ഡെൽറ്റ ഈസ് ഈക്വൽ ടു 1/n where n element of n x element of a and mod x minus c less than delta does not imply mod f of x minus f of c less than epsilon naught. കണ്ടീഷൻ ഹോൾഡ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ എക്സ് എലമെൻറ്റ് ഓഫ് എ ആൻഡ് മോഡ് എക്സ് മൈനസ് ലെസ് ദാൻ ഡെൽറ്റ ആയിരിക്കും, പക്ഷേ മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ലെസ് ദാൻ എപ്സിലോൺ നോട്ട് ആയിരിക്കില്ല എന്നുള്ളതാണ്. അത് നമുക്ക് എങ്ങനെ എഴുതാം, ഫോർ എപ്സിലോൺ നോട്ട് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ഫോർ എവറി ഡെൽറ്റ ഈക്വൽ ടു 1/n ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യാത്ത ഒരു പോയിൻ്റെങ്കിലും കിട്ടും എന്നുള്ളതാണ് ഇത് അർത്ഥാക്കേണ്ടത്. അപ്പോൾ ഡെൽറ്റ ഈക്വൽ ടു 1/n നമ്മൾ എടുത്തു കഴിയുമ്പോൾ എന്നിന് നാച്ചുറൽ നമ്പേഴ്സ് കൂടെയാണ് റണ്ണിങ് കൊടുക്കുന്നത്. അപ്പോൾ n 1 ആകുമ്പോൾ നമുക്കൊരു ഡെൽറ്റ ഉണ്ട്, n 2 ആകുമ്പോൾ ഒരു ഡെൽറ്റ ഉണ്ട്, അങ്ങനെ. അപ്പോൾ ഓരോ ഡെൽറ്റയ്ക്കും നമുക്ക് ഓരോ പോയിൻ്റ് ക്യാപിറ്റൽ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും എക്സ് എന്നുകൾ സച്ച് ദാറ്റ് ആ കണ്ടീഷൻ വയലേറ്റ് ചെയ്യുന്നത്. അതായത് എക്സ് എൻ എയിലാണ്, മോഡ് എക്സ് എൻ മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ ആണ്, ഡെൽറ്റ എന്ന് പറഞ്ഞാൽ 1/n, ആൻഡ് മോഡ് എഫ് ഓഫ് എക്സ് എൻ മൈനസ് എഫ് ഓഫ് സി എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ നോട്ട് അല്ല, അതായത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ നോട്ട് ആയിരിക്കും. അതായത് കണ്ടീഷൻ വയലേറ്റ് ചെയ്യുന്ന ഒരു പോയിന്റിനെങ്കിൽ നമുക്ക് ഓരോ ഡെൽറ്റയ്ക്കും കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇനി മോഡ് എക്സ് എൻ മൈനസ് സി ലെസ് ദാൻ 1/n ഫോർ എവറി n എലമെൻറ്റ് ഓഫ് n എന്ന് നമ്മളിപ്പോൾ കണ്ടു. അതിൻ്റെ അർത്ഥം എന്താണ്, സീക്വൻസ് എക്സ് എൻ സിയിലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം ഫോർ എവറി n എലമെൻറ്റ് ഓഫ് n മോഡ് എക്സ് എൻ മൈനസ് സി 1/n താഴെയാണെങ്കിൽ ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി എന്ത് സംഭവിക്കും, എക്സ് എന്നുകളും സിയും തമ്മിലുള്ള ദൂരം വളരെ ചെറുതാണ് എന്ന് പറഞ്ഞാൽ എക്സ് എൻ എന്ന് പറയുന്നത് കൺവേർജ് ചെയ്യുന്നത് സിയിലേക്കാണ്. ആൻഡ് മോഡ് എഫ് ഓഫ് എക്സ് എൻ മൈനസ് എഫ് ഓഫ് സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ നോട്ട് എന്ന് നമ്മൾ കണ്ടു ഫോർ എവറി n എലമെൻറ്റ് ഓഫ് n. അതിൻ്റെ അർത്ഥം എന്താണ്, സീക്വൻസ് എഫ് ഓഫ് എക്സ് എൻ എഫ് ഓഫ് സിയിലേക്കല്ല കൺവേർജ് ചെയ്യുന്നത് എന്നുള്ളതാണ്. കാരണം എല്ലാ എന്നിനും എഫ് ഓഫ് എക്സ് എന്നും എഫ് ഓഫ് സിയും തമ്മിലുള്ള ദൂരം എപ്സിലോൺ നോട്ടിനേക്കാളും വലുതായിട്ട് പോവുകയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എഫ് ഓഫ് സി എന്ന് പറയുന്ന പോയിന്റിലേക്കല്ല അവർ കൺവേർജ് ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ എന്താ കിട്ടിയത്, സീക്വൻസ് എക്സ് എൻ കൺവേർജസ് ടു സി ആണെന്നും സീക്വൻസ് എഫ് ഓഫ് എക്സ് എൻ ഡസ് നോട്ട് കൺവേർജിങ് ടു എഫ് ഓഫ് സി ആണെന്നുമാണ് കിട്ടിയത്. അതിൻ്റെ അർത്ഥം നമ്മുടെ അസംഷന് കോൺട്രഡിക്ഷൻ കിട്ടിയെന്നുള്ളതാണ്. നമ്മൾ അസ്യൂം ചെയ്തത് എക്സ് എൻ കൺവേർജസ് ടു സി ആണെങ്കിൽ എഫ് ഓഫ് എക്സ് എൻ കൺവേർജസ് ടു എഫ് ഓഫ് സി എന്നാണ്. അപ്പോൾ കോൺട്രഡിക്ഷനായി. ഇത് കിട്ടിയതിൻ്റെ കാരണം എഫ് ഡിസ്കണ്ടിന്യൂസ് ആണ് സിയിൽ എന്ന് അസ്യൂം ചെയ്തുകൊണ്ടാണ്. സോ നമുക്ക് തിരുത്തി പറയണം, ദാറ്റ് ഈസ് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് സി. ഓക്കെ, സോ ദിസ് ഇസ് ദ പ്രൂഫ് ഓഫ് the theorem 2. Next we have theorem 3 called the discontinuity criterion. Statement is, let a subset of R f from A to R and C element of A, then f is discontinuous at C if and only if there exists a sequence xn in A such that xn converges to C but f of xn does not converges to f of C. ഡിസ്കണ്ടിന്യൂറ്റി ക്രൈറ്റീരിയൻ ആണ് ഈ പറഞ്ഞത്. അതായത് ഒരു ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണ് ഒരു പോയിന്റിൽ എന്ന് കാണിക്കാനായിട്ട് എന്ത് കാണിച്ചാൽ മതി, ഒരു സീക്വൻസ് എക്സ് എൻ സിയിലേക്ക് കൺവേർജ് ചെയ്യുന്ന കണ്ടുപിടിക്കാം സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് എൻ എഫ് ഓഫ് സിയിലേക്ക് കൺവേർജ് ചെയ്യുകയും ഇല്ല. അതായത് എക്സ് എൻ കൺവേർജസ് ടു സിയും സീക്വൻസ് എഫ് ഓഫ് എക്സ് എൻ കൺവേർജസ് ടു ഡസ് നോട്ട് കൺവേർജസ് ടു എഫ് ഓഫ് സിയും ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എഫ് സി എന്ന് പറയുന്ന പോയിന്റിൽ ഡിസ്കണ്ടിന്യൂസ് ആണെന്നാണ്. ഓക്കെ, അപ്പോൾ എഫ് സി എന്ന് പറയുന്ന പോയിന്റിൽ ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് കാണിക്കാൻ നിങ്ങൾക്ക് ഒരു സീക്വൻസിനെ കണ്ടുപിടിച്ചാൽ മതി സാറ്റിസ്ഫൈങ് ദ കണ്ടീഷൻ ദാറ്റ് എക്സ് എൻ കൺവേർജസ് ടു സി ആൻഡ് എഫ് ഓഫ് എക്സ് എൻ ഡസ് നോട്ട് കൺവേർജസ് ടു എഫ് ഓഫ് സി. ഓക്കെ, നമുക്ക് പ്രൂഫിലേക്ക് നോക്കാം. സപ്പോസ് എഫ് ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് സി എലമെൻറ്റ് ഓഫ് എ. ഓക്കെ, അപ്പോൾ നമുക്കൊരു സീക്വൻസ് കണ്ടുപിടിക്കണം സാറ്റിസ്ഫൈങ് ദ കണ്ടീഷൻ എക്സ് എൻ കൺവേർജസ് ടു സിയും എഫ് ഓഫ് എക്സ് എൻ ഡസ് നോട്ട് കൺവേർജസ് ടു എഫ് ഓഫ് സിയും അല്ലേ.
അപ്പോൾ എഫ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് എ പോയിന്റ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ഡെഫിനിഷൻ നമുക്ക് എന്ത് എഴുതാം? ദർ എക്സിസ്റ്റ് ആൻ എപ്സിലോൺ നോട്ട് ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് for every delta there is an x element of A such that mod x minus c less than delta and mod f of x minus f of c greater than or equal to epsilon naught. Okay, so by taking delta is equal to 1 by n for n element of n, we can find xn element of A such that mod xn minus c less than 1 by n and mod f of xn minus f of c greater than or equal to epsilon naught. അതായത് ഡിസ്കണ്ടിന്യൂസ് ആയതുകൊണ്ട് എപ്സിലോൺ നോട്ട് എന്ന് പറയുന്നതിന് ഏത് ഡെൽറ്റ എടുത്തു കഴിഞ്ഞാലും നമുക്ക് ആ കണ്ടീഷൻ വയലേറ്റ് ചെയ്യുന്ന ഓരോ പോയിൻറ്റ്സിനെ ക്യാപിറ്റൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളത് വെച്ചിട്ട് എഴുതിയിട്ടുള്ളതാണ് ഇത്. ഓക്കെ, സോ മോഡ് എക്സ് എൻ മൈനസ് സി ലെസ് ദാൻ 1 by n ഫോർ എവറി n element of n means sequence xn converges to c as we seen before, and mod f of xn minus f of c greater than or equal to epsilon naught for every n element of n implies sequence f of xn does not converges to f of c. This means that there is a sequence xn in A such that xn converges to c and sequence f of xn does not converges to f of c. Okay, so this is the necessary part. For the sufficient part, conversely, suppose that there exists a sequence xn in A such that xn converges to c and sequence f of xn does not converge to f of c. We have to prove that f is discontinuous at c. Okay, if possible, നമ്മൾ assume ചെയ്യുന്നു f continuous ആണ് c ൽ നിന്ന്. So by definition we can write for every epsilon there exists a delta such that mod x minus c less than delta implies mod f of x minus f of c less than epsilon. Let it be equation number 1. We have the sequence xn converges to c, so we can write mod xn minus c is less than delta for every n greater than or equal to k. Okay, and so by using equation 1 we can write mod f of xn minus f of c is less than epsilon for every n greater than or equal to k. This means that sequence f of xn converging to f of c, which is a contradiction for our assumption. So we have f is discontinuous at c. So this is the proof of the sufficient part. Now we have an example for a function which is discontinuous at every point of R. Okay, അതായത് എല്ലാ റിയൽ നമ്പേഴ്സിലും ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ്റെ എക്സാമ്പിളാണ് ഡിറിച്ലെറ്റ് ഫംഗ്ഷനാണ് അതിൻ്റെ പേര്. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എഫ് ഫ്രം ആർ ടു ആർ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 if x is rational and equal to 0 if x is irrational. റാഷണൽ നമ്പേഴ്സിനൊക്കെ ഇമേജ് 1 ആണ്, ഇറാഷണൽ നമ്പേഴ്സിനൊക്കെ ഇമേജ് 0 ആണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ പോയിൻറ്റ്സിലും ഡിസ്കണ്ടിന്യൂസ് ആണെന്നാണ് കാണാൻ പറ്റുക. അപ്പോൾ അതിൻ്റെ പ്രൂഫാണ് പറയുന്നത്. ആദ്യം നമ്മൾ സി എന്ന് പറയുന്നത് ഒരു റാഷണൽ നമ്പറായിട്ട് എടുക്കും, എന്നിട്ട് സിയിൽ അത് ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് പറയും. ഓക്കെ, സി എന്ന് പറയുന്ന ഒരു റാഷണൽ നമ്പർ എടുത്തു. നമുക്കറിയാം ഡെൻസിറ്റി തിയറം പറയുന്നത് ഏത് രണ്ട് റിയൽ നമ്പേഴ്സിൻ്റെ ഇടയ്ക്കും ഒരു റാഷണൽ നമ്പർ ഉണ്ട്, അതുപോലെ ഇറാഷണൽ നമ്പേഴ്സും ഉണ്ട്. ഓക്കെ, സോ നമ്മൾ സി എന്ന് പറയുന്ന ഒരു റാഷണൽ നമ്പർ എടുത്തതുകൊണ്ട് ആ റാഷണൽ നമ്പറിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഒരു സീക്വൻസ് ഓഫ് ഇറാഷണൽ നമ്പേഴ്സിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ദർ എക്സിസ്റ്റ് സീക്വൻസ് എക്സൻ ഓഫ് ഇറാഷണൽ നമ്പേഴ്സ് സച്ച് ദാറ്റ് എക്സൻ കൺവേർജസ് ടു സി. അപ്പോൾ എക്സനുകളൊക്കെ ഇറാഷണൽ നമ്പേഴ്സ് ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? എഫ് ഓഫ് എക്സൻ 0 ആണെന്ന് എഴുതാം. സി റാഷണൽ ആയതുകൊണ്ട് എഫ് ഓഫ് സി 1 എന്നും എഴുതാം. ഓക്കെ, അപ്പോൾ സീക്വൻസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സീക്വൻസ് 0 ആണ്. ദാറ്റ് ഈസ് ക്ലിയർലി കൺവേർജിങ് ടു 0, clearly not equal to f of c. So we have a sequence xn converging to c, but f of xn does not converges to f of c. This means that f is discontinuous at every rational numbers. Okay, ഇനി നമ്മൾ പറയാൻ പോകുന്ന എല്ലാ ഇറാഷണൽ നമ്പേഴ്സിലും ഡിസ്കണ്ടിന്യൂസ് ആണെന്നാണ്. അതിനുവേണ്ടി ബി എന്ന് പറയുന്ന ഒരു റാഷണൽ നമ്പർ എടുക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബി ഒരു ഇറാഷണൽ നമ്പർ ആയതുകൊണ്ട് ബിയിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഒരു സീക്വൻസ് ഓഫ് റാഷണൽ നമ്പേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ബൈ ദ ഡെൻസിറ്റി തിയറം. ഒരു സീക്വൻസ് വൈ എൻ കണ്ടുപിടിക്കാൻ പറ്റും കൺവേർജിങ് ടു ബി ആയിട്ട്. ഓക്കെ, വേർ വൈ എന്നുകളൊക്കെ റാഷണൽ നമ്പേഴ്സാണ്. അപ്പോൾ നമുക്ക് എഫ് ഓഫ് വൈ എൻ 1 ആണെന്ന് എഴുതാം, അതുപോലെ എഫ് ഓഫ് ബി 0 ആണെന്ന് എഴുതാം. ദിസ് മീൻസ് ദാറ്റ് സീക്വൻസ് എഫ് ഓഫ് വൈ എൻ കൺവേർജിങ് ടു 1 ക്ലിയർലി and that is not equal to f of b. Means again by the previous theorem we can say that f is discontinuous at every irrational numbers. അപ്പോൾ റാഷണൽ നമ്പേഴ്സിലും ഡിസ്കണ്ടിന്യൂസ് ആണ്, ഇറാഷണൽ നമ്പേഴ്സിലും ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് പറയുമ്പോൾ എഫ് ഡിസ്കണ്ടിന്യൂസ് ആണ് അറ്റ് എവറി പോയിന്റ് ഓഫ് ആർ എന്ന് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് we have an example for a function which is continuous at every irrational number in A and is discontinuous at every rational number in A.
where a is equal to പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് റിയൽ നമ്പേഴ്സാണ് നമ്മുടെ ഡൊമൈനായിട്ട് വരുന്നത്. അവിടെയുള്ള എല്ലാ ഇറാഷണൽ നമ്പേഴ്സിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, അതുപോലെ അതിലുള്ള എല്ലാ റാഷണൽ നമ്പേഴ്സിലും ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫംഗ്ഷൻ്റെ എക്സാമ്പിളാണ് പറയുന്നത്. ഫംഗ്ഷൻ്റെ പേര് തോമേസ് ഫംഗ്ഷൻ എന്നാണ്. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് h(x) is equal to 1/n if x is equal to m/n where m and n are natural numbers with GCD is equal to 1 and equal to 0 if x is an irrational number. അതായത് ഇറാഷണൽ നമ്പേഴ്സിനൊക്കെ അത് 0 ആണ്. ഇനി റാഷണൽ നമ്പേഴ്സ് ആണെങ്കിൽ റാഷണൽ നമ്പേഴ്സിന് നമുക്ക് കോമൺ ഫാക്ടർ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് GCD 1 ആകുന്ന രൂപത്തിൽ m/n എന്നുള്ള ഫോമിൽ എഴുതി കഴിഞ്ഞാൽ ഇമേജ് എന്ന് പറയുന്നത് 1/n ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 2/4 എന്ന് പറയുമ്പോൾ നമുക്കത് ആക്ച്വലി 1/2 ആണ്. അപ്പോൾ 1/2ൻ്റെ ഇമേജ് എന്ന് പറയുന്നത് 1/2 ആയിട്ട് തന്നെ വരും. ഇനി 3/4 ആണെങ്കിൽ ഇമേജ് എന്ന് പറയുന്നത് 1/4 ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ എമ്മും എന്നും നമ്മൾ എഴുതുമ്പോൾ GCD 1 ആകുന്ന രൂപത്തിലുള്ള ഷോർട്ടസ്റ്റ് ഫോമിലാണ് എഴുതേണ്ടത് റാഷണൽ നമ്പേഴ്സിനെ. എന്നിട്ട് അതിൻ്റെ ഇമേജ് അപ്പോൾ എന്തായിട്ട് സെറ്റ് ചെയ്യണം? 1/n ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ഫംഗ്ഷനിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ തോമേസ് ഫംഗ്ഷൻ. ഇനി ഈ ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞ പോലെ ഇറാഷണൽ നമ്പേഴ്സിൽ കണ്ടിന്യൂസ് ആണെന്നും റാഷണൽസിൽ ഡിസ്കണ്ടിന്യൂസ് ആണെന്നും കാണിക്കാം. അപ്പോൾ അതിനാദ്യം എ എന്ന് പറയുന്ന ഒരു റാഷണൽ നമ്പറാണെന്ന് എടുത്തു. നമുക്ക് എയിൽ ഡിസ്കണ്ടിന്യൂസ് ആണെന്നാണ് കാണിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എ റാഷണൽ നമ്പർ ആയതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു സീക്വൻസ് ഓഫ് ഇറാഷണൽ നമ്പേഴ്സിനെ കണ്ടുപിടിക്കാൻ പറ്റും, xn. ഓക്കെ, ഇനി xnകളൊക്കെ ഇറാഷണൽ ആയതുകൊണ്ട് h(x) 0 ആണെന്ന് എഴുതാം. ഇനി എ റാഷണൽ ആയതുകൊണ്ട് എന്തായാലും 0 അല്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ h(a) > 0 എന്ന് എഴുതാം. ഓക്കെ, സോ h(x) എന്ന് പറയുന്ന സീക്വൻസ് 0കളായതുകൊണ്ട് കൺവേർജിങ് ടു 0 ദാറ്റ് ഈസ് ക്ലിയർലി നോട്ട് ഈക്വൽ ടു h(a). So we can say that h is discontinuous at every rational numbers in capital A. ഓക്കെ, ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇറാഷണൽ നമ്പേഴ്സിൽ കണ്ടിന്യൂസ് ആണെന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബി എന്ന് പറയുന്ന ഒരു ഇറാഷണൽ നമ്പർ നമ്മൾ സെലക്ട് ചെയ്തു ക്യാപിറ്റൽ എന്ന്. ചൂസ് എപ്സിലോൺ പോസിറ്റീവ്. അങ്ങനെയാണെങ്കിൽ ബൈ ആർക്കിമിഡിയൻ പ്രോപ്പർട്ടി വി ക്യാൻ ഫൈൻഡ് എ നാച്ചുറൽ നമ്പർ n0 such that 1/n0 is less than epsilon. Let it be equation number 1. We know ബി എന്ന് പറയുന്ന ഇറാഷണൽ നമ്പറാണ്. സോ b-1 b+1 എന്ന് പറയുന്ന ഓപ്പൺ ഇൻ്റർവെല്ലിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള n0 എന്ന് പറയുന്ന നാച്ചുറൽ നമ്പർ ഉണ്ടല്ലോ, ആ n0നേക്കാൾ താഴെ ഡിനോമിനേറ്റർ വരുന്ന രീതിയിൽ ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് റാഷണൽ നമ്പേഴ്സ് മാത്രമാണ് ഈ ഒരു ഇൻ്റർവെല്ലിൽ b-1 b+1 എന്ന് പറയുന്ന ഒരു ഓപ്പൺ ഇൻ്റർവെല്ലിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, സോ ആ ഇൻ്റർവെല്ലിൽ b-1 b+1 എന്ന് പറയുന്ന ബീനെ സെൻറ്റർ ആക്കിയിട്ടുള്ള ഇൻ്റർവെല്ലിനെ നമ്മൾ ഒരു വളരെ ചെറുതാക്കി കഴിഞ്ഞാൽ, ആ ഇൻ്റർവെല്ലിൻ്റെ റേഡിയസ് നമ്മൾ വളരെ ചെറുതാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ലെസ് ദാൻ n0 ഡിനോമിനേറ്റർ വരുന്ന റാഷണൽ നമ്പേഴ്സ് ഒന്നും വരാത്ത രീതിയിൽ നമുക്ക് ഇൻ്റർവെല്ലിനെ ചുരുക്കാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് വി ക്യാൻ ചൂസ് എ റേഡിയസ് ഡെൽറ്റ സോ സ്മോൾ സച്ച് ദാറ്റ് ദ ഓപ്പൺ ഇൻ്റർവെൽ b-delta b+delta contains no rationals with denominator less than n0. അപ്പോൾ n0 എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ഇക്വേഷൻ നമ്പർ 1ൽ നമുക്ക് കിട്ടിയ n0 എന്ന് പറയുന്ന നാച്ചുറൽ നമ്പറിൻ്റെ താഴെ ഡിനോമിനേറ്റർ വരുന്ന റാഷണൽ നമ്പേഴ്സ് ഒന്നും തന്നെ ഇല്ലാത്ത ഒരു ഇൻ്റർവെല്ല് ബി സെൻറ്ററായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. b-delta b+delta എന്ന് പറയുന്ന ഒരു ഇൻ്റർവെല്ലിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് നമുക്ക് ബൈ ഇൻസ്പെക്ഷൻ മനസ്സിലാവുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് ബിയിൽ എന്നല്ലേ പറയേണ്ടത്. സോ ദെൻ എക്സ് എലമെൻറ്റ് ഓഫ് എ ആൻഡ് എക്സ് മൈനസ് ബി ലെസ് ദാൻ ഡെൽറ്റ. അപ്പോൾ ഈ ഒരു ഡെൽറ്റയാണ് നമ്മുടെ എപ്സിലോണിൻ്റെ ഡെൽറ്റ എന്നാണ് നമ്മളിനി പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഡെൽറ്റയുടെ പ്രത്യേകത എന്താണ്? ബിക്ക് ചുറ്റും ഡെൽറ്റ റേഡിയസിൽ നമ്മൾ ഓപ്പൺ ഇൻ്റർവെൽ കൺസിഡർ ചെയ്തപ്പോൾ അതിൻ്റെ ഉള്ളിൽ ലെസ് ദാൻ n0 ഡിനോമിനേറ്റർ വരുന്ന റാഷണൽസ് ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ചൂസ് ചെയ്ത എപ്സിലോണിന് ഈ ഡെൽറ്റ വർക്ക് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എക്സ് എലമെൻറ്റ് ഓഫ് എ ആൻഡ് മോഡ് എക്സ് മൈനസ് ബി ലെസ് ദാൻ ഡെൽറ്റ implies x is an element of the open interval b-delta b+delta എന്ന് എഴുതാം. ദാറ്റ് ഈസ് ആ ഓപ്പൺ ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിലത്തെ ഒരു പോയിൻ്റാണ് എക്സ് എന്ന് പറഞ്ഞാൽ അതൊന്നുകിൽ ഒരു ഇറാഷണൽ നമ്പർ ആയിരിക്കണം എക്സ്, അല്ലെങ്കിൽ എക്സ് റാഷണൽ നമ്പർ ആയിരിക്കും വിത്ത് ഡിനോമിനേറ്റർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n0. കാരണം ആ ഒരു ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിൽ n0 താഴെ ഡിനോമിനേറ്റർ വരുന്ന റാഷണൽ നമ്പേഴ്സ് ഒന്നും ഇല്ല. സോ എക്സിന് റാഷണൽ ആവണം എന്നുണ്ടെങ്കിൽ അത് ഡിനോമിനേറ്റർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n0 നിൽക്കണം, അതല്ലെങ്കിൽ എക്സ് ഒരു ഇറാഷണൽ നമ്പർ ആയിരിക്കണം.
ഓക്കെ, ഇനി എക്സ് ഇറാഷണൽ നമ്പർ ആണെങ്കിൽ എച്ച് ഓഫ് എക്സ് 0 എന്ന് എഴുതാം. ഇനി എക്സ് റാഷണൽ വിത്ത് ഡിനോമിനേറ്റർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n0 ആണെങ്കിൽ എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായാലും 1/n0 അതിൽ താഴെയോ ആയിരിക്കും. കാരണം ഡിനോമിനേറ്റർ ഹയർ ആകുമ്പോൾ വാല്യൂ കുറയാണ് ചെയ്യാം അല്ലേ. അപ്പോൾ എച്ച് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/n0 എന്ന് എഴുതാം. ദിസ് ഇംപ്ലൈസ് mod h of x minus h of b. ആക്ച്വലി h of b is 0 കാരണം b ഇറാഷണൽ ആണ്. അപ്പോൾ mod h of x minus h of b എന്ന് പറയുന്നത് mod h of x minus 0 which is equal to mod h of x. In either case mod h of x is less than or equal to 1/n0 which is clearly less than epsilon using equation 1. Okay, so we have mod h of x minus h of b is less than epsilon. So we have whenever x element of a and mod x minus b is less than delta, we have mod h of x minus h of b is less than epsilon, means that h is continuous at every irrational numbers in capital A. Okay, so these two functions, Dirichlet function and Thomae's function, are very very important. Now we have a remark, continuous extension of a function. Suppose we have a function f from a to r is discontinuous at a point c because it is not defined at c. അതായത് നമ്മുടെ കയ്യിലൊരു ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഉണ്ട്, മീൻസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് ആൻഡ് സി എന്ന് പറയുന്ന പോയിന്റിൽ ഡിസ്കണ്ടിന്യൂസ് ആണ്. എന്തുകൊണ്ട് ഡിസ്കണ്ടിന്യൂസ് ആയി എന്ന് ചോദിച്ചാൽ സിയിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ് എഫ്. ഇനി സി എന്ന് പറയുന്ന പോയിന്റിൽ ലിമിറ്റ് ആ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നു എങ്കിൽ നമുക്ക് ആ ഫംഗ്ഷനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം എന്നാണ് പറയുന്നത്. കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ ക്യാപിറ്റൽ എഫ് എങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് എക്സ് ആയിട്ട് തന്നെ കൊടുക്കാം ക്യാപിറ്റൽ എയിലുള്ള എല്ലാ പോയിൻറ്റ്സിനും. ആൻഡ് എക്സ് ഈക്വൽ ടു സിയിൽ നമുക്ക് ആ ലിമിറ്റിൻ്റെ വാല്യൂ ആയിട്ടാണ് ഫംഗ്ഷൻ വാല്യൂ സെറ്റ് ചെയ്യേണ്ടത്. അതായത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ ഫോർ എക്സ് ഈക്വൽ ടു സി ആൻഡ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് എക്സ് ഫോർ എക്സ് എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എ. ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ക്യാപിറ്റൽ എഫ് ഫ്രം എ യൂണിയൻ സി ടു ആർ is called the continuous extension of small f from a to r. ഓക്കെ, അപ്പോൾ സി എന്ന് പറയുന്നത് എയിലുള്ള പോയിന്റ് അല്ല കേട്ടോ. സി എന്ന് പറയുന്നത് എയിലുള്ള പോയിന്റ് ആവണമെന്നില്ല. എയിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, സി എന്ന് പറയുന്ന പോയിന്റ് ഡിസ്കണ്ടിന്യൂസ് ആണ്. കാരണം സിയിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഡിസ്കണ്ടിന്യൂസ് ആയി എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു സൈൻ 1/x ഫോർ എക്സ് നോട്ട് ഈക്വൽ ടു 0. ഫൈൻഡ് എ കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ എക്സ് നോട്ട് ഈക്വൽ ടു 0 ആണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു സൈൻ 1/x. വി നോ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എല്ലാ പോയിൻറ്റ്സിലും. അതുപോലെ സൈൻ 1/x എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സ് നോട്ട് ഈക്വൽ ടു 0 ആയിട്ടുള്ള എല്ലാ പോയിൻറ്റ്സിലും കണ്ടിന്യൂസ് ആണ്. സോ അവരുടെ പ്രോഡക്റ്റ്, കണ്ടിന്യൂസ് ഫംഗ്ഷൻസിൻ്റെ പ്രോഡക്റ്റ് അഗെയിൻ കണ്ടിന്യൂസ് ആണ് ഫോർ എക്സ് നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് നോട്ട് ഈക്വൽ ടു 0 ക്ലിയർലി എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ഇനി നമുക്ക് 0 അത് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് അതിന് കണ്ടിന്യൂറ്റി കിട്ടാഞ്ഞത്. അപ്പോൾ ഇതിനൊരു കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ നമുക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ലിമിറ്റിൻ്റെ വാല്യൂ ആയിട്ട് നമുക്ക് ഫംഗ്ഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പോയിന്റിൽ ഫംഗ്ഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കണ്ടിന്യൂസ് എക്സ്റ്റൻഷനായിട്ട് കാണിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് എന്താണെന്നാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. വി നോ ദാറ്റ് സൈനിൻ്റെ വാല്യൂസ് -1ൻ്റെയും 1ൻ്റെ ഇടയ്ക്കായിരിക്കും. സോ സൈൻ 1/xൻ്റെ വാല്യൂസും -1ൻ്റെയും 1ൻ്റെ ഇടയ്ക്കാണ്. സോ ത്രൂ ഔട്ട് നമ്മൾ മോഡ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പം നമുക്ക് എന്ത് കിട്ടും? മൈനസ് ഓഫ് മോഡ് എക്സ് is less than or equal to x into sin 1/x is less than or equal to mod x എന്ന് കിട്ടും for every x element of R with x not equal to 0. So by using Skew's theorem we can say that limit x tends to 0 x into sin 1/x is clearly equal to 0. കാരണം ലെഫ്റ്റ് ഹാൻഡ് സൈഡിലിരിക്കുന്ന മൈനസ് മോഡ് എക്സ് ആണ്. ആസ് എക്സ് ടെൻസ് ടു 0 അത് 0ലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. അതുപോലെ റൈറ്റിലിരിക്കുന്ന മോഡ് എക്സും 0ലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത് ആസ് എക്സ് ടെൻസ് ടു 0. സോ സെൻറ്ററിലിരിക്കുന്ന x into sin 1/xും 0ലേക്കാണ് കൺവേർട്ട് ചെയ്യാം ബൈ സ്ക്യൂസ് തിയറം. സോ ലിമിറ്റിൻ്റെ വാല്യൂ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ട്, 0 ആണ്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ എഴുതാൻ പറ്റും. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു സൈൻ 1/x തന്നെ ഫോർ എക്സ് നോട്ട് ഈക്വൽ ടു 0ക്ക് കൊടുക്കാം. ആൻഡ് എക്സ് ഈക്വൽ ടു 0ക്ക് 0 ലിമിറ്റ് വാല്യൂ 0 ആയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആണ് സ്മോൾ എഫിൻ്റെ കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ. ഓക്കെ, താങ്ക് യു.